സർവശക്തനായ കർത്താവേ, ഈ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവിടുന്ന് ഈയുള്ളവരുടെ മേൽ കരുണ തോന്നണമേ. പിടിച്ചുകൊണ്ട് പാടാവരെ. എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞുങ്ങളെ എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അവരെ എനിക്ക് തിരിച്ചു തരൂ. ഇവനെ ഞാൻ നൊന്ത് പ്രസവിച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അവൻ എന്റെ മുലപ്പാലല്ലാതെ മറ്റൊന്നും കുടിക്കില്ല. അവനെ എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അവനെ എനിക്ക് തിരിച്ചു തരൂ. അവനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? കൈക്കുഞ്ഞിനെയാണോ നിനക്ക് കിട്ടിയത്? ഇവനെ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഭാരം പഠിപ്പിക്കുന്നത്? ഇവനെ നമുക്ക് നമ്മുടെ തൊഴുത്തിലിട്ട് വളർത്താം. ഇവൻ ഓർമ്മ വെക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ അടിമയായി ജീവിക്കണം. ഭ്രാന്താണോ നിനക്ക്? 3 മാസം പ്രായം തികയാത്ത ഇതിനെ കൊണ്ടുപോയാൽ നമുക്കതൊരു ഭാരം മാത്രം. അതാണ് ഞാനും പറഞ്ഞത്. എന്റെ കുഞ്ഞിനെ എനിക്ക് തരൂ. നിന്റെ കുഞ്ഞിനെ വേണമല്ലോ നിനക്ക്. നിനക്ക് എന്നെ കൊല്ലണമോ? യഹോവയായ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? നിന്റെ കണ്ണിന് അന്ധത ബാധിച്ചുവോ? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം നിന്റെ കൈ കുറുകിപ്പോയോ? കേൾപ്പാൻ കഴിയാതെ വണ്ണം നിന്റെ ചെവി മന്ദമായി പോയോ? യഹോവയ്ക്ക് കാഴ്ചയുണ്ടോ എന്ന് നീ അവിടെ ചെന്ന് നോക്ക്. ഇസ്രായേലേ, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനമായ നമുക്ക് ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നത്? താങ്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിനക്ക് എന്താണ് വേണ്ടത്? നീ ഇപ്പോൾ ഒരുപാട് നേരമായി നമ്മുടെ ദൈവമായ യഹോവയ്ക്കെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ മതിയാഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദൈവമായ യഹോവ പോലും ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? ഇപ്പോൾ എന്താണ് കിട്ടുന്നത്? നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മുടെ മുൻപിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അമ്മോന്യരുടെ ദേവനെ ആരാധിക്കുക. ഈ ഞെരുക്കത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷ നേടുവാൻ നമ്മളത് ചെയ്തേ മതിയാവൂ. നമ്മുടെ ഈ ജനതയെ കൊണ്ട് അത് ചെയ്യിച്ചേ മതിയാവൂ. നിനക്കെന്ത് വേണമെങ്കിലും പറയാം. എന്നാൽ നമ്മൾ ഇസ്രായേൽ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനം. നമ്മൾ ഒരിക്കലും നമ്മുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് മറ്റു ദേവന്മാരെ ആരാധിക്കുവാൻ പാടില്ല. നമ്മൾ മുമ്പ് മറ്റു ദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചതുമൂലം
യഹോവയുടെ കോപത്താൽ ഉണ്ടായ ശാപമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ഒക്കെ ആകട്ടെ, നമ്മുടെ മൂപ്പൻ യഹോവയോട് പ്രാർത്ഥിച്ചിട്ട് എന്തായി? ഞാൻ ഇനി നിങ്ങളെ രക്ഷിക്കയില്ല, നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പീനെന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. മൂപ്പൻ പറയുന്നത് നീ കേട്ടതല്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത്? ഞങ്ങൾക്കിടയിൽ അങ്ങനെ കലഹമൊന്നുമില്ല. നമ്മുടെ വിശ്വാസങ്ങൾ മാറ്റുവാൻ സമയമായി എന്ന് പറയുകയായിരുന്നു. വിശ്വാസമോ? എന്ത് വിശ്വാസം? നമ്മൾ യഹോവയെ ആരാധിക്കുന്നത് വീണ്ടും തുടർന്നാൽ അമ്മോന്യരുടെ അടിമത്തത്തിൽ നമ്മൾ നരകിച്ച് ചാവും. അവർ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ നമ്മുടെ അതിർത്തികളിൽ പാളയമിറങ്ങി നമ്മോട് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ കൂടെ കേമോസ് ദേവനെ ആരാധിച്ചാൽ നമ്മൾക്ക് രക്ഷപ്പെടാം. അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. എന്താണ് ലൈൻ നീ ഈ പറയുന്നത്? ഇത്രയും നാളും നമ്മെ കാത്തു പരിപാലിച്ചതാണ് ദൈവമായ യഹോവ. ആ വിശ്വാസം തെറ്റാണെന്ന് മാറ്റി ചിന്തിക്കണമെന്നോ? എങ്ങനെയാണ് നിനക്കിത് തോന്നിയത്? നീയും ഇവനെ പോലെ തന്നെ ഒരു വിഡ്ഢിയായി ചിന്തിക്കുന്നു. നീ ഇപ്പോൾ പറഞ്ഞ യഹോവ തന്നെയാണ് നമ്മുടെ മൂപ്പനോട് മറ്റു ദേവന്മാരെ ആരാധിക്കുവാൻ പറഞ്ഞത്. യഹോവ ഒരിക്കലും നമ്മളെ ഇനി രക്ഷിക്കുവാൻ പോകുന്നില്ല. ഇതും നിങ്ങൾ പറഞ്ഞ ദൈവമായ യഹോവ പറഞ്ഞതാണ്. അവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് അവൻ പറയുന്നത് അനുസരിക്കാത്തത്? നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കില്ല. നിന്നെ ഞങ്ങളാരും തടവിൽ പാർപ്പിച്ചിട്ടില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം. അതാ മൂപ്പൻ വരുന്നു. വന്ദനം. എന്താണ് ഭയങ്കര ചൂട് പിടിച്ച ചർച്ചയിലായിരുന്നു എന്ന് തോന്നുന്നുവല്ലോ. അങ്ങനെയൊന്നുമില്ല മൂപ്പ, ഇവർ വെറുതെ. മുഖം കണ്ടിട്ട് അങ്ങനെ ഒന്നുമില്ല എന്ന് തോന്നുന്നില്ല. എന്താണ് കാര്യം? പറയൂ. യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് അമ്മോന്യർക്ക് കീഴടങ്ങി അവരുടെ ദേവനെ സേവിക്കണം എന്നാണ് ലൈൻ പറയുന്നത്. എന്താണ് ലൈൻ നീ പറയുന്നത്? യഹോവയെ ഉപേക്ഷിക്കുവാൻ? എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനിയും യഹോവയെ ആരാധിച്ച് അവൻ രക്ഷിക്കുന്നത് നോക്കിയിരിക്കുവാൻ ഞാൻ നിങ്ങളുടെ അത്രയും വിഡ്ഢിയല്ല. നിനക്ക് എന്തറിയാം യഹോവയെ പറ്റി? യഹോവയുടെ കോപം ഇസ്രായേൽ ജനത്തിന്മേൽ വരുന്നത് ഇതാദ്യമായല്ല. നമ്മൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്താൽ അവന് നമ്മുടെ മേൽ കോപമുണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സൊരുക്കി അവനെ വിളിച്ചാൽ അവൻ നമ്മോട് ക്ഷമിച്ച് നമ്മുടെ വിളി കേൾക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ വന്ന കാര്യവും അതുതന്നെ. കാര്യമോ? എന്ത് കാര്യം? യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് എനിക്കുണ്ടായി. ഇത് സത്യമോ? മൂപ്പ, ഞാനിത് വിശ്വസിക്കയില്ല. ഞാനിപ്പോൾ അമോന്യ ദേവനിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വെറുതെ കളവ് പറയുകയാണ്. അല്ല, ഇത് സത്യം. നമ്മൾ ഇത്രയും നാൾ നടത്തിയ യാഗങ്ങൾക്ക് ഇപ്പോൾ ഫലമുണ്ടായിരിക്കുന്നു. ദൈവമായ യഹോവ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അവനിപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ രക്ഷകനായിരിക്കും. ഇനി ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തെന്നാൽ യഹോവയാകുന്നു നമ്മുടെ രക്ഷകൻ. എത്രയും വേഗം നമ്മുടെ പോരാളികളോട് സജ്ജമാകുവാൻ പറയണം. അമ്മോന്യരെ നമുക്ക് കീഴ്പ്പെടുത്തണം. സൈന്യങ്ങളുടെ യഹോവ അവരെ നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കും. ശരിയാണ് നീ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നമുക്ക് യുദ്ധത്തിന് തയ്യാറെടുക്കാം. പക്ഷേ നമ്മെ ആർ നയിക്കും? അവസാനമായി നമ്മെ ന്യായപാലനം ചെയ്തത് യായീറാണ്. അവന് ശേഷം മറ്റൊരു ന്യായാധിപൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അമ്മോന്യരുമായി യുദ്ധം ചെയ്യുവാൻ പോന്നവൻ ആരാണോ ഉള്ളത് അവനെ ഗിലെയാദിലെ സകല നിവാസികൾക്കും
തലവനാക്കണം. എങ്കിൽ ഞാൻ അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കാം. എന്താ ഇത്രയും നേരം യഹോവയ്ക്കെതിരെ സംസാരിച്ച നീ ഇസ്രയേൽ ജനത്തെ നയിക്കാമെന്നോ? അത് നടക്കില്ലായി. നിർത്തൂ. തേരെ, നീ പറഞ്ഞത് ശരി തന്നെ. അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ ആർ നമ്മെ നയിക്കുന്നുവോ അവൻ തന്നെ നമ്മുടെ തലവൻ. അവൻ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ അടുത്ത ന്യായാധിപൻ. അങ്ങനെ ആരാണ് മൂപ്പ നമ്മുടെ ഇടയിലുള്ളത്? ഉണ്ട്, ഒരുവനുണ്ട്. അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ വളരെ പരാക്രമശാലിയായ ഒരുവൻ. 100 പേർ ആയുധമേന്തി എതിരെ വന്നാലും നെഞ്ചു വിരിച്ചു നിന്ന് അവരോട് പടപൊരുതുവാൻ ചങ്കുറപ്പുള്ളവൻ. ആരാണവൻ? അവൻ നമുക്കെല്ലാവർക്കും പരിചിതനാണെങ്കിലും അവനെ നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞവനാണ്. വേശ്യാപുത്രൻ എന്ന് മുദ്രകുത്തി നമ്മൾ തന്നെയാണ് അവനെ നമുക്കിടയിൽ നിന്നും പുറത്താക്കിയത്. അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ, അവൻ തന്നെ ലായിന്റെ സഹോദരനായ ഇഫ്താർ. ഇല്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. നമ്മളിൽ നിന്നും വിലക്കിയതാണ് അവന്. അല്ലെങ്കിലും ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ അവന് എന്ത് യോഗ്യതയാണുള്ളത്? ഒരു വേശ്യയ്ക്കുണ്ടായിരുന്നു. അവൻ നിന്റെ തന്നെ ചോരയാണല്ലായി. നിന്റെ പിതാവ് ജനിപ്പിച്ചവൻ. എന്താ? അവനോ? വഴിവിട്ട ജീവിതത്തിന്റെ ബാക്കിപത്രം. കൊട്ടാരത്തിൽ നിന്നും സ്വജനത്തിൽ നിന്നും പുറത്താക്കിയവന്റെ ചരിത്രം ഞാൻ ഇവിടെ ആവർത്തിക്കേണ്ടതില്ലല്ലോ. മൂപ്പ, എന്തൊക്കെയാണെങ്കിലും ലായിൽ പറയുന്നതിലും കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കിയവനാണ് ഇഫ്താർ. അവൻ ഒരു വേശ്യാപുത്രനായിരിക്കെ അങ്ങക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുവാൻ എങ്ങനെ സാധിച്ചു? നമ്മുടെ ആചാരങ്ങൾക്ക് അങ്ങ് എന്ത് വിലയാണ് കൽപ്പിക്കുന്നതാണ്? അവൻ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. ഒരുവന്റെ യോഗ്യത തീരുമാനിക്കുന്നത് ഞാനോ നീയോ അല്ല എന്ന് നീ മറക്കരുത്. നമ്മുടെ യോഗ്യത തീരുമാനിക്കുന്നവൻ അവനാണ് ദൈവമായ യഹോവ. നമ്മുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും തീരുമാനിക്കുന്നതും അവൻ തന്നെ. ഇഫ്താഹ് നമ്മളെ നയിക്കുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. നമ്മുടെ കഷ്ടതയിൽ നിന്നും നമ്മൾ രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ, അമോന്യർക്കെതിരെ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇഫ്താഹ് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി. അതുതന്നെയാണ് യഹോവ കാണിച്ചു തന്നതും. മൂപ്പ, നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ഈ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പോകുന്നു. നിനക്കും ഈ കാര്യത്തിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെയാണോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് ഈ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നവൻ ഞാനാണ്. ഇഫ്താർ എന്റെ ഉറ്റ സ്നേഹിതനായിരുന്നു. അവനെ അവന്റെ സഹോദരങ്ങൾ നമുക്കിടയിൽ നിന്നും ആട്ടിപ്പായിച്ചപ്പോൾ എനിക്ക് എന്റെ സഹോദരനെ തന്നെയായിരുന്നു നഷ്ടപ്പെട്ടത്. അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് തന്നെ ഞാനും ഉണ്ടാകും. എങ്കിൽ എത്രയും വേഗം അവനെ കണ്ടെത്തി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നിനക്കറിയുമോ തേരെ അവൻ എവിടെയാണുള്ളതെന്ന്? അവനിപ്പോൾ തോപുദേശത്താണ് പാർക്കുന്നത്. എന്ത്? തോപുദേശത്തോ? കള്ളന്മാരും മദ്യപാനികളും ചൂതാട്ടക്കാരും കൊടികുത്തി വാഴുന്ന തോപുദേശത്തോ? ആ കൂട്ടത്തിൽ ഒരുവനെയാണോ ഇസ്രായേൽ ജനതയുടെ തലവനാക്കേണ്ടത്? അവൻ എവിടെയും ഏത് തരത്തിലുമായിക്കൊള്ളട്ടെ, അവനെ യഹോവ തിരഞ്ഞെടുത്തതാണ്. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. യഹോവയുടെ ഹിതം നടപ്പിലായേ മതിയാവും. അവനെ അന്വേഷിച്ച ദേശത്തേക്ക് ആര് പോകുവാനാണ്? അങ്ങനെ ഒരിടത്തേക്ക് ആര്
എനിക്കറിയില്ല. തേരെ നിന്റെ ഒപ്പം ഞാനും വരാം. അവനിപ്പോൾ ആ കൂട്ടത്തിലായിരിക്കാൻ ഈ ജനത തന്നെയാണ് കാരണം. കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് എനിക്ക് അവനോട് ക്ഷമ ചോദിക്കണം. നമുക്ക് എത്രയും വേഗം പോകാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. മൂപ്പനും ഉറ്റ സ്നേഹിതനും കൂടെ അവനെ ഇസ്രായേലിന്റെ തലവനായി വാഴിക്കുവാൻ പോകുന്നു. അതിന് അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ അവന്റെ അടുത്ത് എത്തും മുമ്പ് അമോന്യരുടെ കൊലയാളികൾ അവനെ ഉന്മൂലനം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇബ്താഹിനൊപ്പം ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ എത്രയോ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് നമ്മുടെ നാട്ടിലേക്കൊന്ന് തിരികെ പോകണമെന്ന് തോന്നുന്നില്ലേ മാർക്കസ്? നമ്മൾ തിരികെ പോയിട്ട് എന്ത് കാണിക്കുവാനാണ്? മോഷണകുറ്റത്തിന് പിടിക്കപ്പെട്ട നമ്മൾ ഇവിടെ വിട്ട് തിരികെ ചെന്നാൽ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഭക്ഷണം മോഷ്ടിച്ച് കഴിച്ചതിന് ജനങ്ങൾ എല്ലാവരും കൂടി തല്ലിക്കൊല്ലാതെ ഹിത്താവാണ് നമ്മെ രക്ഷിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവനെ വിട്ടിട്ട് എങ്ങനെ തിരികെ പോകാനാണ്? അവൻ ഇവിടം വിട്ട് ഒരിടത്തേക്ക് പോകാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് എനിക്കും അറിയാം. ഒരു ജനതയുടെ കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ സഹിച്ചാണ് അവൻ നമ്മെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മളും കൂടെ അവനെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവന്റെ ജനനത്തിന് അവനല്ലല്ലോ ഉത്തരവാദി. ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട. അവനെങ്ങാനും ഇത് കേട്ടുകൊണ്ട് വന്നാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇക്കാര്യത്തിൽ അവനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് മറ്റാരേക്കാൾ നന്നായി നമുക്കറിയാം. അതുകൊണ്ട് നാളെ സൂര്യോദയം കാണണമെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. എന്താണത്? ഹോ, അതിഭയങ്കരന്മാരായ അമോന്യ ഭടന്മാരാണല്ലോ. അമോന്യരുടെ രാജാവായ ഹിലാഫർ തിരുമനസിന്റെ കൽപ്പന എന്തെന്നാൽ, ഈ കൽപ്പന കേൾക്കുമ്പോൾ മുതൽ അമോന്യ ജനതയെ കാണുന്ന ഇസ്രായേൽ ജനങ്ങൾ ബഹുമാനത്തോടും ഭയത്തോടെയും അവരെ വണങ്ങേണ്ടതാകുന്നു. ഇതിനോടൊപ്പം ഇസ്രായേൽ ജനം പാർക്കുന്ന സ്ഥലം വിട്ട് ഗിലെയാദിലെയും മിസ്പായുടെയും അതിർത്തികൾ ലംഘിച്ച് ഒരുവരും അമോന്യർ അടക്കി വാഴുന്ന ദേശത്തു വരുവാൻ പാടുള്ളതല്ല. ഇത് സകല ഇസ്രായേൽ ജനത്തിനുമുള്ളതാക്കിയത്. ഈ കൽപ്പനയുടെ ലംഘനം വധശിക്ഷയ്ക്ക് കാരണമായി തീരുന്നതാണ്. അപ്പോൾ അറിഞ്ഞത് ശരി തന്നെ. അമോന്യർ ഇസ്രായേൽ ജനവുമായി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താടാ നായ്ക്കളെ, കൽപ്പന കേട്ടില്ല എന്നുണ്ടോ? നിന്നെയൊക്കെ കണ്ടാൽ ഞാങ്ങളെ കണ്ട് അരിഞ്ഞു തട്ടുന്നത് പോലെ വെട്ടി നുറുക്കാനാണ് രാജാവ് കൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ നീ ഞങ്ങളുടെ ദേശത്തു നിന്നും പുറത്തു പോകുക. എന്തേ നിങ്ങളുടെ ദേശമോ? ഏയ് വിഡ്ഢികളെ, ഈ ദേശമൊക്കെയും ഞങ്ങളുടേതാകുവാൻ പോവുകയാണ്. മാർക്കസ്, നീ മിണ്ടാതിരിക്കൂ. നമുക്ക് പോകാം. വരൂ. നീ ഇങ്ങനെ പേടിക്കാതെ വരും. ഇവരുടെ അഹങ്കാരം യഹോവയായ ദൈവം ശമിപ്പിക്കും. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ അഹങ്കാരം? നിന്റെ തല ഞാൻ വെട്ടിയെടുക്കണ്ട എങ്കിൽ ഇപ്പോൾ തന്നെ നീ ഞങ്ങളെ വണങ്ങുക. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊരുവനെയും വണങ്ങുകയില്ല. നിനക്ക് ഇത്ര ധിക്കാരമോ? അവന്റെ തലവെട്ട്
എന്താണ് അവിടെ? എന്താണ് നിങ്ങൾക്ക് എന്റെ കൂട്ടാളികളിൽ നിന്നും വേണ്ടത്? ഓ, ഇവർ നിന്റെ കൂട്ടാളികളായി. ഞാൻ നിന്നെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? രോഷം കൊള്ളാതെ ഇഫ്താഹ്, ഞാൻ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാം. നിന്നെ നാടുകടത്തി ഇസ്രായേൽ ജനതയെ തോൽപ്പിക്കുവാൻ ഞാൻ നിനക്കൊരവസരം തരാം. നീ എന്റെ കൂടെ വന്ന് അമോന്യരുടെ ഈ സൈന്യത്തിൽ ചേരുക. പടയാളികളെയും മേലധികാരികളെയും ശുശ്രൂഷിക്കുവാനും അവരെ പരിചരിക്കുവാനും നിനക്ക് അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. അതുമൂലം നിനക്ക് ഇസ്രായേൽ ജനം അനുഭവിക്കുവാൻ പോകുന്ന അടിമത്വത്തിൽ നിന്നും രക്ഷപ്പെടാം. പിന്നെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഇസ്രായേൽ ജനതയുടെ പതനവും കാണാം. പിന്നെ എന്നെ നീ വേണ്ട വിധം പരിചരിച്ചാൽ വേണമെങ്കിൽ നിന്നെ യുദ്ധം ചെയ്യുവാനും അനുവദിക്കാം. നിർത്ത. പരിഹാസം മാത്രം ഉച്ചരിക്കണ്ട. നിന്റെ നാവ് ഞാൻ വെട്ടിയെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് പോകുക. ഇഫ്താഹ്, ഞങ്ങൾ നിനക്ക് നേരെ വച്ചു നീട്ടിയ കാര്യങ്ങൾ എത്ര വിലപ്പെട്ടാണെന്ന് നീ തിരിച്ചറിയും. നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യഭിചാരിയുടെ മകന് ഇത്ര അഹങ്കാരം. നീ ഞങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്കറിയില്ല എന്നുണ്ടോ? എന്താണോ പറഞ്ഞത്? അരിഞ്ഞ് തള്ളവനെ. ഓടി രക്ഷപ്പെട്ടു ആ കള്ള. നിന്റെ ജീവൻ വേണമെങ്കിൽ ഇനി നീ എന്റെ മുമ്പിൽ വരരുത്. ഇഫ്താഹ്, നീ എന്താണ് ഈ ചെയ്തത്? അവർ അമോന്യരുടെ സൈന്യത്തിൽ പ്രധാനികളായിരുന്നു. ഇനി നമ്മൾക്ക് എന്താ സംഭവിക്കുക എന്ന് വല്ല നിശ്ചയവുമുണ്ടോ? നീ ഇങ്ങനെ പേടിക്കരുത് കബീർ. അവർ അമോന്യരെങ്കിൽ നമ്മുടെ ഇസ്രായേൽ ജനമാണ്. നമ്മുടെ ദേശത്ത് വന്ന് നമ്മെ അപമാനിച്ചാൽ തക്കതായ മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ഷണ്ടന്മാരെന്ന് പറയുന്നതാവും നല്ലത്. നമ്മളായിരിക്കുന്ന സാഹചര്യം കൂടി നീ ആലോചിക്കണം. ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണവർ. യുദ്ധമോ? എന്ത് യുദ്ധം? അമോന്യർ എന്തിനാണ് ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധം ചെയ്യുന്നത്? ഇഫ്താഹ്, കാര്യമെന്തെന്നറിയില്ല. ഇസ്രായേൽ ജനം അമോന്യർക്ക് അടിമപ്പെടണമെന്നാണ് അമോന്യ രാജാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ദേശത്തിന്റെ അതിർത്തി കടക്കുവാൻ പാടുള്ളതല്ല എന്നാണ് അവർ കൽപ്പനയായി വായിച്ചത്. ഇതെന്ത് ന്യായം? നമ്മളെന്തായാലും ദൈവമായ കർത്താവിനല്ലാതെ മറ്റാർക്കും അടിമപ്പെടുകയില്ല. അതെന്തുമാകട്ടെ, നീ ഇപ്പോൾ ചെയ്തതിന്റെ പ്രതികാരം ചെയ്യുവാൻ സകല സന്നാഹങ്ങളുമായി അവർ നമുക്ക് നേരെ വരുമ്പോൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന നിന്നെ ആട്ടിയകറ്റിയ ഇസ്രായേൽ ജനം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടാവും. നിങ്ങൾക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും ഇസ്രായേൽ ജനം കൂടെ ഉണ്ടാവും. അത് മൂപ്പനല്ലേ? ആദരണീയനായ നിയമോപദേഷ്ടാവിന് സ്വാഗതം. എന്താണ് ഇഫ്താഹ്, സുഖമായിരിക്കുന്നുവോ? ഉവ്വ, യഹോവയുടെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ കഴിഞ്ഞു പോകുന്നു. ഈ ദേശത്ത് എത്രത്തോളം സുഖമായി ജീവിക്കാമെന്ന് ഞാനങ്ങക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്തായാലും അങ്ങയെ കണ്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിന്റെ കുടുംബം എവിടെയേക്കാ? അവർ സന്തോഷമായി ഇരിക്കുന്നു തേര്. അവർ മലഞ്ചെരുവിലെ കുടിലിലാണ്. മൂപ്പ, ഇഫ്താഹിന് ഭാര്യയും ഒരു മകളുമുണ്ട്. അതേ മൂപ്പ, ഈ ലോകത്ത് എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം അവരാണ്. എന്റെ കുടുംബം, എന്റെ മകൾ.
അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. തേര്, നീ മൂപ്പരെ കൂട്ടി എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞങ്ങൾ ഇപ്പോൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനാണ്. എന്താണ് എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത്? പറഞ്ഞാലും ഇഫ്താ, അമ്മോന്യർ ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മൂപ്പ? ഇസ്രായേൽ ജനത്തിനെ യുദ്ധത്തിൽ നയിക്കുവാൻ ഇഫ്താഹിനേക്കാൾ യോഗ്യനായി ഇപ്പോൾ മറ്റാരുമില്ല. യോഗ്യനോ? ഞാനോ? നിങ്ങൾക്കിത് എന്ത് പറ്റി? ഭ്രാന്ത് പിടിച്ചുവോ? എന്താണ് എന്റെ യോഗ്യത? അത് നിങ്ങൾ തന്നെ എന്നോട് പറയാൻ മുമ്പ. ഏറെ നാളുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനതയിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടിട്ടുള്ളവനെന്നതോ, അതോ ഞാനൊരു വേശ്യയുടെ മകനെന്നതോ? വേശ്യക്ക് തന്ന യോഗ്യതകൾ. ഇഫ്താ, നീ എന്നോടും ഇസ്രായേൽ ജനത്തോടും ക്ഷമിക്കണം. കഴിഞ്ഞതൊക്കെയും നീ മറക്കണം. ഞാൻ നിന്നോട് കേടപേക്ഷിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് നിന്നെ ആവശ്യമാണ്. നിങ്ങൾ എന്റെ സഹോദരങ്ങളുടെ വാക്ക് കേട്ട് എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളഞ്ഞതല്ലേ? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്ത് വരുന്നത്? നിന്നെ തള്ളിപ്പറഞ്ഞ ആ ജനതയുടെ രക്ഷകനായി നീ വരണമില്ല. അതുതന്നെയാണ് യഹോവ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശിക്ഷയും. ഇപ്പോൾ തന്നെ അമ്മോന്യരുടെ സൈന്യത്തിൽ പ്രധാനികളെ ഇഫ്താഹ് വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശരി തന്നെ. ഇഫ്താ, നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നീ തന്നെയാണ് ഇസ്രായേൽ ജനത്തിന്റെ തലവൻ. അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കും. ഇഫ്താ, ഞാൻ ഈ പറയുന്നതിന് യഹോവ നമുക്ക് മധ്യേ സാക്ഷി. നീ ഇസ്രായേൽ ജനത്തിന്റെ തലവനും ന്യായാധിപനുമാകുന്നു. ശരി, എങ്കിൽ എല്ലാം യഹോവയുടെ ഹിതം പോലെ. ഇസ്രായേൽ ജനതയുടെ മുഴുവൻ വീണ്ടെടുപ്പുകാരനും ന്യായാധിപനുമായി ഗിലെയാദിന്റെ പുത്രനായ ഇഫ്താഹ് എന്ന നാമധേയമുള്ള ഇവനെ യഹോവയുടെ നാമത്തിൽ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഗിലെയാദിന്റെ പുത്രൻ ഇഫ്താഹ് എന്ന ഞാൻ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനതയുടെ ന്യായാധിപനായി പദവിയേറ്റ് യഹോവയുടെ ഹിതപ്രകാരം അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ന്യായപാലനം ചെയ്തുകൊള്ളുമെന്നും ഇസ്രായേൽ ജനതയുടെ രക്ഷാപുരുഷനായി നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും കാത്ത് സംരക്ഷിച്ചു കൊള്ളുമെന്നും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇഫ്താ, ഇനി നമുക്ക് സമയം കളയുവാനില്ല. എത്രയും വേഗം നമ്മുടെ ജനതയിലെ വീരന്മാരെ അണിനിരത്തി അമോന്യ ജനതയോടെ പടപൊരുതണം. എന്തിനാണ് മൂപ്പ ഇപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം? അമോന്യരുടെ രാജാവിന്റെ അടുക്കൽ നമുക്കൊരു സന്ധി സംഭാഷണം നടത്തുവാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും ഉചിതം. ഇഫ്താ, സമാധാനത്തിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചില്ല എന്നാണോ നീ പറയുന്നത്? ഇതിനോടകം തന്നെ എത്രയോ ദൂതന്മാരെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അമോന്യരുടെ പടത്തലവൻ നമ്മുടെ ദൂതന്മാരെ അവരുടെ രാജാവിനെ കാണുവാൻ പോലും അനുവദിക്കുന്നില്ല. എന്താണ്
എന്തിനാണ് നീ ചിരിക്കുന്നത്? ഒന്നുമില്ല സഹോദര, നീ ഇപ്പോൾ പറഞ്ഞ കാര്യം അത് നടന്നു കഴിഞ്ഞിട്ട് തന്നെ ഏറെ സമയമായിരിക്കുന്നു. എന്താണ് നീ പറഞ്ഞത്? അതേ മൂപ്പ, ഇപ്പോൾ തന്നെ എന്റെ ദൂതൻ അമ്മോന്യ രാജാവിനെ കണ്ട് തിരിച്ചു വന്ന് എനിക്ക് മറുപടിയും തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അവനെ വീണ്ടും മറുപടി കൊടുത്ത് അയച്ചിരിക്കുകയാണ്. എന്താണ് അവൻ തിരികെ കൊണ്ടുവന്ന മറുപടി? അമ്മോന്യ രാജാവ് പറയുന്നതെന്നാൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോൾ അവരുടെ ദേശത്തിന്റെ ഭാഗങ്ങളായ അർണോൻ മുതൽ യാബോക്കും യോർദാനും വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കൈയടക്കി എന്നതാണ്. അത് സമാധാനത്തോടെ മടക്കിക്കൊടുക്കണം എന്നാണ് അവരുടെ ആവശ്യം. അതെങ്ങനെ സാധിക്കും? അത് ദൈവമായ യഹോവ നമുക്ക് ഏൽപ്പിച്ചു തന്നതാണല്ലോ. അതെ, അവർ പറഞ്ഞതിനുള്ള മറുപടിയും എന്തുകൊണ്ട് നമ്മൾ ആ ദേശം അനുഭവിക്കുന്നു എന്നുള്ളതും ഞാൻ എൻ്റെ ദൂതന്റെ കയ്യിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. ന്യായാധിപനായ ഇഫ്താഹിനും ഇസ്രായേൽ ജനതയുടെ പിതാവുമായ മൂപ്പൻ പ്രണാമം. കൊള്ളാമെർലാൻ, നിന്റെ സമയം വളരെ കൃത്യമാണ്. മൂപ്പ, ഇവനാണ് ഇസ്രായേൽ ജനതയുടെ ചാരന്മാരിൽ പ്രധാനിയായ യർലാൻ. അമോന്യ രാജാവിനെ കാണുക എന്ന അസാധ്യമായ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇവനിലും മിടുക്കൻ മറ്റാരുമില്ലായിരുന്നു. യർലാൻ, എന്തായി നിന്നെ അയച്ച കാര്യം? ഇഫ്താ, അമോന്യ രാജാവ് സമാധാനത്തിന്റെ വഴി സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. എന്താണ് അവർ നിന്നോട് പറഞ്ഞത്? ഇസ്രായേൽ ജനം അമോന്യരുടെ തെക്കൻ പ്രദേശമായ ഹെശ്ബോൻ ദേശം ആക്രമിക്കുകയും അവരുടെ രാജാക്കന്മാരിൽ ഒരാളായ സീഹോനെ വധിക്കുകയും ആ ദേശം കൈക്കലാക്കുകയും ചെയ്തിരിക്കൊണ്ട് ഇസ്രായേൽ ജനം തുടങ്ങി വച്ച യുദ്ധത്തിന് മറുപടിയായി അവർ നമ്മെ പിടിച്ചടക്കും എന്നാണ് എന്നോടവർ പറഞ്ഞത്. എന്താ? നമ്മൾ സീഹോനോട് യുദ്ധം ചെയ്തെന്നു? എന്ത് വാസ്തവമില്ലാത്ത കാര്യങ്ങളാണ്! ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ആദ്യം ഏദോം രാജാവിനോടും മോവാബ് രാജാവിനോടും അവരുടെ ദേശത്തൂടെ കടന്നു പോകുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവർ രണ്ടുപേരും അവരുടെ ദേശത്തു കൂടി നമ്മെ കടന്നു പോകാൻ അനുവദിക്കാതെ വന്നപ്പോൾ സീഹോൻ രാജാവിന്റെ അടുത്തും അനുവാദം ചോദിച്ചു. എന്നാൽ അവൻ നമ്മെ വിശ്വസിക്കാത്തതിനാൽ അവന്റെ ജനത്തെ മുഴുവൻ കൂട്ടി നമ്മോട് യുദ്ധം ചെയ്തു. യഹോവ അവരെയൊക്കെയും നമ്മുടെ കയ്യിലേൽപ്പിച്ചു. ഇതാണ് സത്യം. ഇത് തന്നെയാണ് ഞാൻ ഖിലാഫർ രാജാവിന്റെ അടുക്കൽ പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്നത് എന്തെന്ന് പോലും കേൾക്കുവാൻ അവൻ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ അവൻ യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. സൂക്ഷിക്കണം ഇഫ്താ, അവർ വളരെ രഹസ്യമായി എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുവാൻ ആലോചന ഇടുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സാരമില്ല എർലാൻ, ഇനി നീ ദൂതറിയിക്കുവാൻ പോകേണ്ടതില്ല. ഇനി ഇസ്രായേലിന്റെ പടനായകനായ ഞാൻ നേരിട്ടാണ് അവനെ കാണുവാൻ പോകുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ വീരപുരുഷന്മാരോട് എത്രയും വേഗം തയ്യാറാകുവാൻ പറയൂ. കാഹളങ്ങൾ ഉയരട്ടെ, പെരുമ്പറകൾ മുഴങ്ങട്ടെ. സൈന്യങ്ങളുടെ യഹോവയ്ക്ക് യാഗം കഴിക്കുക. ഇനി അവന്റെ ഹിതം നമ്മളിലൂടെ നിറവേറട്ടെ. യഹോവയായ ദൈവമേ, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ മഹത്വത്തിന്റെ ഭൂമിയിലെ വിശുദ്ധ ഇടമായ ഗിലെയാദിലെ മിസ്പായിലേക്ക് വന്ന ഞാൻ നിനക്ക് നേർച്ച നേരുന്നു. നീ അമോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് എന്താണെങ്കിലും അത് നിനക്കുള്ളതാകുന്നു. ഞാനത് നിനക്ക് ഹോമയാഗമായി അർപ്പിക്കും. ഇത് ഞാൻ നിനക്ക് മുമ്പാകെ ചെയ്യുന്ന സത്യം 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 സത്യം.
പുരോഹിത, എന്താണ് അങ്ങ് ചിരിക്കുന്നത്? ഒന്നുമില്ല ലൈൻ. നീ ഇസ്രായേൽ ജനത്തെ ചതിച്ചുവെന്ന് അവർ അറിയുമ്പോൾ നിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് ചിരിച്ചതാ. പുരോഹിത എന്ന് ബഹുമാനത്തോടെ വിളിച്ച നാവുകൊണ്ട് എന്നെ അങ്ങ് മറ്റൊന്നും വിളിപ്പിക്കരുത്. ദേഷ്യപ്പെടാൻ ലൈൻ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ ഇപ്പോൾ അമോന്റെ ജനതയിൽ വിശിഷ്ട പദവി ലഭിച്ചവരല്ലേ? ആ നിന്നെ ഇസ്രായേൽ ജനതയിൽ ഇട്ടുകൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വീരനും പരാക്രമശാലിയുമായ ഇരാപ്പർ രാജാവിതാ എഴുന്നള്ളുന്നു. തിരുമനസിന് പ്രണാമമുണ്ടേ. പ്രണാമം പുരോഹിത. എന്താണ് ലായി? നിനക്ക് പശ്ചാത്താപമുണ്ടോ? അതായിരുന്നോ നിങ്ങളുടെ ചർച്ചകൾ? എനിക്ക് പശ്ചാത്താപമൊന്നുമില്ല. നിങ്ങളുടെ ദൂതന്മാരെ എത്ര വട്ടം നിങ്ങൾ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എത്രയോ വട്ടം ഞാൻ നിങ്ങളെ നിരസിച്ചു. ഇസ്രായേൽ ജനതയിൽ പ്രധാനിയായിരുന്ന എന്നെ കൊണ്ട് തന്നെ നിങ്ങൾ സഭയിലെ ഏവരെയും നിങ്ങളുടെ ഒപ്പമാക്കുവാൻ നോക്കി. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് അതെനിക്ക് ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ്. നിനക്ക് തോന്നിയാ ശരി. നീ നിന്റെ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച നിന്റെ സഹോദരനായ ഇഫ്താർ ഇസ്രായേൽ ജനത്തിന്റെ തലവനായി എന്നതല്ലേ? ആരുടെ സഹോദരൻ? ആ വേശ്യാപുത്രൻ എന്റെ പിതാവ് ജനിപ്പിച്ചവനല്ല. ഇസ്രായേൽ ജനത്തിന്റെ നായകനായ അവനെ മാത്രമേ നിന്റെ പിതാവിന്റെ യഥാർത്ഥ അവകാശിയായി നാളെ ജനങ്ങൾ കാണുകയുള്ളൂ. അതെന്തെങ്കിലും ആകട്ടെ പുരോഹിത, ലായൻ ഇപ്പോൾ അമോന്യ ജനതയിൽ പ്രധാനിയാണ്. എന്റെ കൂടെ എന്റെ സഭയിൽ ഇരിക്കുന്നവർ. ഇവനിനി എന്തിനാണ് ഇസ്രായേൽ ജനത്തിന്റെ മേൽവിലാസം? പ്രഭു, ഇഫ്താർ ഒരു വലിയ സൈന്യവുമായി നമ്മുടെ കോട്ടവാദത്തിൽ നിൽക്കുന്നു. അവരിവിടേക്ക് കടന്നു വരികയാണ്. പ്രഭു, എനിക്ക് അത്യാവശ്യമായി ഒരു പൂജ ചെയ്യാനുണ്ട്. യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അറിയിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം. പാവം പുരോഹിതൻ, ഇയാൾക്ക് ഇത്രയ്ക്ക് ഭയമോ? വരണം ഇഫ്താർ. ഞാൻ നിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിങ്ങനെ അല്ലായിരുന്നു എന്ന് മാത്രം. പരിഹാസം നിർത്തൂ ഹിരാഫർ. ലായി, എനിക്കറിയാമായിരുന്നു നീ ഇവിടെ ഉണ്ടാവുമെന്ന്. കാരണം അമോന്യർക്ക് ഇസ്രായേൽ ജനത്തോട് നേർക്കുനേർന്ന് യുദ്ധം ചെയ്യുവാനുള്ള ആവതില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അമോന്യർ പലവിധ ചതികളും ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാൽ അത് നിന്നിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഇസ്രായേൽ ജനം ഇവനെ തലവനായി അംഗീകരിച്ച ആ ജനത എന്നെ അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നീ പറഞ്ഞത്? ഇഫ്താർ, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് എന്റെ കൊട്ടാരത്തിൽ വന്ന് എന്നെ അപമാനിക്കുന്നത്? ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ എന്റെ ദൂതന്മാരെ അയച്ചു. ദൂതറിയിക്കാൻ വന്ന എർലാനെ കേൾക്കുവാനുള്ള മനസ്സ് പോലും നിങ്ങൾ കാണിച്ചില്ല. ഇപ്പോൾ നിങ്ങളുമായി സമാധാനം കൈവരിക്കുവാൻ അവസാനമായ ഒരു ശ്രമത്തിനായാണ് ഞാൻ എന്റെ സൈന്യത്തെ പുറത്തു നിർത്തി ഇവിടേക്ക് വന്നത്. ആ എന്നെ നിങ്ങൾ പരിഹസിക്കുന്നത് കേട്ട് ഞാൻ വെറുതെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇഫ്താർ, എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് കഷ്ടം തോന്നുന്നു. കാരണം നീ നിൽക്കുന്ന നിന്റെ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലും നീ അറിയുന്നില്ല. ഇഫ്താർ, ഇഫ്താർ, എന്നാണ്? എന്ത് പറ്റി? ചതിച്ചു ഇഫ്താർ. ഇവർ യുദ്ധം നേരെ മുമ്പേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഗ്രാമത്തെ തന്നെ ഇവർ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയിരിക്കുന്നു. നമ്മുടെ അതിർത്തി ഗ്രാമമായ ഗാസിയെ മുഴുവൻ ഇവർ ആക്രമിച്ചു. പുരുഷന്മാരെയെല്ലാം അവർ കുഴിയോടെ തീയിട്ടു. ആടുപാടുകളെ വെട്ടിക്കൊന്നു. അവർക്ക് മോഹം തോന്നിയ സ്ത്രീകളെയും കുട്ടികളെയും അവർ ഇവിടേക്ക് കടത്തിക്കൊണ്ട് പോന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വെറും ചാരം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ മനസ്സിലായോ ഇഫ്താർ?
ഖിലാഫ, നീ മര്യാദയ്ക്ക് സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിടുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നീ എന്റെ വാളി നിരയായിത്തീരും. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടോ ഇഫ്താർ? കാഹളങ്ങൾ മുഴങ്ങട്ടെ. ഇവിടെ എത്തിയിരിക്കുന്ന ഇസ്രായേൽ ജനതയിൽപ്പെട്ട ഒരുവന്റെ ഹൃദയം ഇനി വിളിക്കുവാൻ പാടില്ല. എല്ലാത്തിനെയും അരിഞ്ഞു തള്ളുക. സൈന്യങ്ങളുടെ യഹോവേ, എനിക്ക് നീ ശക്തി തരണമേ. ഇഫ്താർ, എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ അയക്കുന്നു. എന്റെ ഹിതം നിന്നിലൂടെ നിറവേറട്ടെ. യഹോവയായ ദൈവമേ, നിനക്ക് നന്ദി, നിനക്ക് നന്ദി. നീ എനിക്ക് ശക്തി തന്നു. നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു. തേരം അവർ കടത്തിക്കൊണ്ടുവന്ന സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൂട്ടുക. വീരമൃത്യു കൈവരിച്ചവരെ അടക്കം ചെയ്യുവാനുള്ള കാര്യങ്ങളെന്നാൽ ചെയ്യുക. നമുക്ക് ഭവനത്തിലേക്ക് പോകാം. അമ്മ അറിഞ്ഞോ? നമ്മൾ അമോന്യരുടെ സൈന്യത്തെ കീഴടക്കി. അവരുടെ കോട്ടയിൽ ചെന്ന് എന്റെ പിതാവ് അവരെ ഒക്കെയും തകർത്തിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നിനക്ക് നന്ദി. ഇവിടെ ഞാൻ ദൈവത്തോട് നിന്റെ പിതാവിന്റെ പേരിൽ പ്രാർത്ഥന കഴിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. അതെന്തായാലും ഫലം കണ്ടു അമ്മേ. അവിടെ എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. എന്റെ പിതാവിനെ അവരെല്ലാവരും തോളിലേറ്റിക്കൊണ്ടാണ് വരുന്നത്. ഞാനും അവിടേക്ക് പോയിക്കോട്ടെ? വേണ്ട മോളെ, നീ അവിടേക്ക് ഇപ്പോൾ പോകണ്ട. അമ്മേ, അവിടെ അച്ഛനെ എല്ലാവരും തോളിലേറ്റിക്കൊണ്ട് വരുന്നത് കാണാൻ തന്നെ എന്ത് രസമായിരിക്കും. എന്നെ അവിടേക്ക് വിടമ്മേ. മോളെ, നിന്നോട് ഇപ്പോൾ പോകണ്ട എന്നല്ലേ പറഞ്ഞത്? അമ്മേ, നമുക്ക് വിജയം സമ്മാനിച്ചതിന്റെ നന്ദിക്കായി അവിടെ അവർ യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ പോവുകയാണ്. അതിലെങ്കിലും സംബന്ധിക്കാൻ ഞാൻ പോയിക്കോട്ടെ? വേണ്ട എന്നല്ലേ നിന്നോട് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട. അതെന്താ ഞാൻ പോയാൽ? എത്ര എന്ന് പറഞ്ഞ വീട്ടിൽ തന്നെ ഇരിക്കുക. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടോ? നീ ഇപ്പോൾ പോകണ്ട. അല്ലെങ്കിലും എനിക്ക് എന്ത് കാര്യത്തിനാണ് ഈ വീട്ടിൽ സ്വാതന്ത്ര്യമുള്ളത്? അമ്മയ്ക്ക് അല്ലെങ്കിലും എന്നെ ഇഷ്ടമല്ലല്ലോ. എന്താ മോളെ ഇത്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് എന്ത് സ്വാതന്ത്ര്യക്കുറവാ ഞാൻ വരുത്തിയിട്ടുള്ളത്? നമ്മളിപ്പോൾ മലഞ്ചെരുവിലെ നമ്മൾ മാത്രമുള്ള ആ വീട്ടിലല്ല. ഇപ്പോൾ നിന്റെ പിതാവിന്റെ ജന്മദേശത്താണ്. അദ്ദേഹം ഇവിടെ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയുമോ? അതൊക്കെ പഴയ കഥകളല്ലേ അമ്മേ. മാത്രമല്ല, എന്റെ പിതാവാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ദേശത്തിന്റെ ന്യായാധിപൻ. ഇസ്രായേൽ ജനതയുടെ തലവന്റെ മകളെ ആരെന്ത് ചെയ്യാനാ? അദ്ദേഹം ഇപ്പോൾ ആര് തന്നെയാണെന്ന് പറഞ്ഞാലും അദ്ദേഹം പോലും ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്നും സ്വന്തം ജനത്തിന്റെ ഇടയിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് എത്ര വേദനാജനകമാണെന്ന് നീ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഉയർച്ചയെ ഇഷ്ടപ്പെടാത്തവരും അദ്ദേഹത്തോട് സ്നേഹമില്ലാത്തവരും നീ ഇഫ്താഹിന്റെ പുത്രിയാണെന്നറിഞ്ഞ് നിന്നെ അപമാനിക്കുകയോ നിന്നോട് അരുതാത്തത് എന്തെങ്കിലും ചെയ്താലോ അത് തന്റെ ജീവനേക്കാളേറെ നിന്നെ
പിതാവിന് സഹിക്കാൻ പോലും ആവില്ല. അദ്ദേഹം വീണ്ടെടുത്ത ഈ ഇസ്രായേൽ ജനം തന്നെ അദ്ദേഹത്തിന്റെ വീഴ്ചയുടെ കാരണമായേക്കാം. അതുകൊണ്ടാണ് ഈ അമ്മ പറയുന്നത്, എന്റെ മോള് കേൾക്കണം, ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട. ശരിയമ്മ, ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ എന്റെ പിതാവ് ഇവിടെ എത്തിയാലുടൻ ഞാൻ അദ്ദേഹത്തെ എതിരേറ്റ് ചെന്ന് ഇവിടേക്ക് ആനയിച്ചു കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ മകൾ എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അത് നീ എന്ത് വേണമെങ്കിലും ചെയ്തു. അതാ എന്റെ പിതാവ് വന്നു എന്ന് തോന്നുന്നു. ഞാൻ എത്ര നേരമായി അങ്ങേ കാത്തിരിക്കുന്നു. ഞാൻ അമൂന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. എന്റെ മകളെ, എന്റെ പൊന്നു മകളെ, നീ എന്തിനാണ് എന്നെ എതിരേറ്റ് ഇങ്ങോട്ട് വന്നത്? മകളെ, നീ എന്നെ സങ്കടക്കടലിന്റെ ആഴങ്ങളിലേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. എന്താണപ്പാ, എന്താണ് പറ്റിയേ? എന്താ പറ്റി? യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് ആടോ മാടോ എന്തുമാകട്ടെ, അതിനെ ഞാൻ യഹോവയ്ക്ക് ഹോമയാഗമായി കഴിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു പോയി. എന്നാൽ എന്നെ എതിരേറ്റ് വന്നത് എന്റെ ജീവന്റെ ജീവനായ എന്റെ ഈ പൊന്നു മകളാണ്.
മകളെ, പിതാവേ, എന്താണ്? എന്റെ സമയമെടുത്തുവോ? വേണ്ട പിതാവേ, അങ്ങ് പറയണ്ട. എനിക്കറിയാം, അങ്ങേക്കത് പറയാൻ കഴിയില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് ഒന്ന് യാത്ര പറഞ്ഞുകൊള്ളട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളെ പിരിയുവാൻ സമയമായിരിക്കുന്നു. പ്രിയമുള്ളവളെ, നിന്റെ സൗഹൃദം എത്രയോ വിലപ്പെട്ടതായിരുന്നു. നിന്റെ പിതാവിനോട് ഞാൻ യാചിക്കാം. നിന്റെ ജീവന് പകരം മറ്റെന്തിനെയെങ്കിലും. വേണ്ട ഹെലനിയ, എന്റെ പിതാവ് യഹോവയോട് ചെയ്ത സത്യം അത് പാലിക്കപ്പെടണം. ഞാൻ പറഞ്ഞതുപോലെ എന്റെ പിതാവ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി യഹോവയ്ക്ക് കൊടുത്ത വാക്കിനാൽ എന്നെ യഹോവയ്ക്ക് ബലി കഴിച്ചുവെന്ന് എല്ലാവരോടും പറയണം. വേശ്യാപുത്രൻ എന്ന് മാലോകർ പാടി പറഞ്ഞ നാവുകൊണ്ട് എന്റെ പിതാവിനെ വീരനെന്നും യോഗ്യനെന്നും വീണ്ടെടുപ്പുകാരനെന്നും വാഴ്ത്തണം. എന്റെ മരണത്തിലും എനിക്ക് സന്തോഷിക്കുവാൻ അത് മാത്രം മതി. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. നീയോ യഹോവയുടെ പുത്രി, നീയും നാടുകളിൽ വാഴ്ത്തപ്പെടും. നീ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നിറവേറ്റുവാൻ ഞങ്ങൾ പോകുന്നു. പിതാവേ, ഇനിയും സമയം കളയണ്ട. ഇവിടെ എനിക്ക് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല പിതാവേ, എനിക്ക് വളരെയേറെ സന്തോഷമാണ്. ദൈവമായ യഹോവയ്ക്ക് ബലിയായി തീരുവാൻ ഭാഗ്യം ലഭിച്ചവളാണ് ഞാൻ. അങ്ങ് വിഷമിക്കാതെ ഇരിക്കൂ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ മക്കളാണ് നാം എല്ലാവരും. അതുകൊണ്ട് യഹോവയ്ക്ക് ചെയ്ത സത്യം അതങ്ങ് പാലിച്ചേ മതിയാകൂ. മകളെ, നീയോ വലിയവൻ. ഒരു നിമിഷത്തെ പിഴവ് കൊണ്ട് ഞാൻ ചെയ്തു പോയ ശബ്ദത്തിന് നീ എന്നോട് ക്ഷമിക്കൂ. പിതാവേ, വരൂ, ഇനിയും സമയം കളയണ്ട. ഇല്ല, എനിക്കിതിനാവില്ല. എന്നെ കൊണ്ട് എന്റെ മകളെ പേര് കൊടുപ്പാൻ സാധിക്കില്ല. ഇല്ല. സകലത്തിന്റെയും അധിപനും സർവശക്തനുമായ യഹോവേ, അങ്ങയുടെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നത് എന്തിന്? ഇസ്രായേൽ മക്കൾക്ക് പാറയിൽ നിന്നും ജലം കൊടുത്ത ദൈവം എവിടെ? മാറായിലെ വെള്ളത്തെ മധുരമുള്ളതാക്കി തീർത്ത ദൈവം എവിടെ? അബ്രഹാമിന് കുഞ്ഞാടിനെ കൊടുത്ത യഹോവ എവിടെ? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, നീ എവിടെ? എന്റെ മകൾക്ക് പകരം നീ എന്നെ ഒരു ബലിയായി സ്വീകരിച്ചാലും നീ എന്തിനാണ് ഭയക്കുന്നത്? യഹോവയായ എനിക്ക് നീ വാക്ക് നൽകിയതല്ലേ? അത് നിറവേറ്റാൻ നീ കടപ്പെട്ടവനല്ലേ?
ഞാനല്ലേ? നീ നിന്റെ വാക്ക് നിറവേറ്റുക. ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് എന്റെ വാക്ക് നിറവേറ്റിയിരിക്കുന്നു. ഇതാ നിനക്കായി കഴിച്ചിരിക്കുന്ന ബലി. ഇത് നീ സ്വീകരിച്ചാലും ഇത് നീ സ്വീകരിച്ചാലും എന്നോട് പറഞ്ഞ വാക്ക് നിറവേറ്റിയിരിക്കുന്നതിനാൽ നിന്റെ പേര് വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ എന്റെ ന്യായപ്രമാണ